എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല വസു, പോലീസുകാർ എല്ലാ സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരും കൂടി അന്വേഷിച്ച് നോക്കട്ടെ. അവളൊരു പൊട്ടി പെണ്ണ, അവക്കൊന്നും അറിഞ്ഞൂടാ. അവളെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. ഒന്ന് വിഷമിക്കാതിരിക്കേ. നാളെ ഞാനും ഇവരും കൂടെ ഹൈദരാബാദിലേക്ക് പോവാ. അവരെ കണ്ടുപിടിച്ചിട്ട് ഞാൻ തിരിച്ചു വരത്തുള്ളൂ. അല്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? കല്യാണത്തിന്റെ പരിപാടി തന്നെയല്ലേ? അതെന്തിനാ ഇപ്പഴേ കല്യാണം കഴിക്കുന്നേ? എനിക്ക് കുറച്ചുകൂടെ ടൈം വേണം. നിനക്കെന്താ ഭ്രാന്ത? വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നിട്ട് കല്യാണം ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആദ്യം നമ്മളൊന്ന് സെറ്റിൽ ആവണം. സെറ്റിൽ ആവണമെന്ന് വെച്ചാ സമ്പാദ്യമൊന്നും ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോവാ? എന്തൊക്കെ നോക്കണം? കറണ്ട് ബില്ല്, പാല്, വീട്ടു സാധനങ്ങള്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അതിന് നോക്ക്, നമ്മൾ ഇപ്പൊ കല്യാണം കഴിച്ചാലും കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാലും ചെലവ് സെയിം അല്ലേ? അപ്പൊ പിന്നെന്താ, നമ്മുടെ താഴെയുള്ളവർ കല്യാണം കഴിച്ചല്ലേ? അവരും കാലത്ത് യൂണിഫോം ഇട്ട് ജോലിക്ക് പോയി സമ്പാദിക്കുന്നുണ്ട്, കാര്യങ്ങൾ ഒന്ന് നടക്കുന്നുണ്ട്. സെറ്റിൽ ആയതിനു ശേഷം കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചാ പോരെ? കല്യാണമൊക്കെ കഴിഞ്ഞ് നമുക്ക് പിള്ളേരുണ്ടാവില്ലേ? അപ്പൊ പിന്നെ നമ്മുടെ ബാധ്യതകളൊക്കെ പിന്നെയും കൂടും, അറിയോ? അല്ല, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താ പോരെ? നമുക്കും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് ഉത്തരവാദിത്വം ഉണ്ടാക്കിയാ പോരെ? മനസ്സൂര്യ, പിള്ളേരുണ്ടാവാനേ അധിക സമയമൊന്നും വേണ്ട. പക്ഷെ ഒന്ന് സെറ്റിലായി വരാനേ ഒരുപാട് സമയം വേണം. അതുകൊണ്ട് ആദ്യം നമ്മൾ നല്ല രീതിയിലൊന്ന് സെറ്റിൽ ആവാൻ നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാം. മനസ്സിലായോ? ഞാൻ ഹോട്ടലിൽ പോയി അന്വേഷിക്കാം അമ്മാവ. ഫോട്ടോ അമ്മാവനോട് മനസ്സിൽ ഈ കുട്ടീനെ എവിടെയും കണ്ടിട്ടുണ്ടോ? വലിയ കണ്ടുപരിചയമില്ല. ഒന്ന് ശരിക്കും നോക്ക്. ഈ പെങ്കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ലില്ല. ശരി, ഉറപ്പാ. ഈ സമയത്ത് കാലത്തന്നെ എന്താ ഇങ്ങനെ മിഴിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? താ, നേരത്തെ പറഞ്ഞല്ലേ കഥയിൽ മുട്ടിയാൽ കാശ് തന്നിരിക്കണമെന്ന്. നീ കാശ് എവിടെ വെച്ചിരിക്കുന്നത്? അവിടെ എവിടെയെങ്കിലും നോക്ക്. നേരം വെളുക്കുമ്പോ നിന്റെ കാശും ചോദിച്ചോണ്ട് ഓരോരുത്തർ വന്നോളൂ. അതെ പൊന്നുമോളെ, വന്നിരിക്കുന്ന ധർമ്മക്കാരനൊന്നുമല്ല, ഗിരിയാണ്, ടൂലറ്റ് ഗിരി. ആളാരാന്നറിയാതെ വല്ലതൊക്കെ വിളിച്ച് പറയല്ലേ. സോറി, ഞാൻ ആളറിയാതെ പറഞ്ഞു പോയതാ. വെച്ചനെ, എന്നെ കാണുമ്പോ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അവിടെ റോഡരികെ കിടന്നുറങ്ങേണ്ട നിങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കിയില്ലേ? എനിക്കിട്ട് തന്നെ പാലം വലിക്കുന്നത് തീരെ ശരിയല്ല കേട്ടാ. അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഈ കാശ് പിടിക്കും. നിക്ക്. ഹലോ, ദിസ് ഈസ് ഗിരി, ടൂലറ്റ് ഗിരി. എന്താ, റൂം വേണമെന്നോ? പഞ്ചാബ് ഹോട്ടലിലോ? കയ്യിൽ കാശുണ്ടെങ്കിലേ പാകിസ്ഥാനി വേണമെങ്കിൽ റൂം എടുത്ത് തരാടാ. വാസ്തു ഈസ്റ്റ് ഫേസിംഗ് വേണമെന്നോ? ഡാമോനെ, കയ്യിൽ കാശുണ്ടെങ്കിലേ സൂര്യന് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് തിരിക്കാം. വാസ്തു ഒന്നും കാര്യമാക്കണ്ട. എന്താ, 15 മിനിറ്റിനുള്ളിൽ വരണമെന്നോ? 10 മിനിറ്റ് വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോടേ? ഫോണ് വെച്ചിട്ട് പോടേ. കാശടേ. വാസ്തു വേണം പോലും, വാസ്തു. ഇയാളെ കൊണ്ട് സോറി ഗീത, ഞാൻ കാശെടുക്കുന്ന സമയത്ത് കൈതട്ടി അറിയാതെ വീണു പോയതാ. നിനക്ക് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചൂടായിരുന്നോ? ഇതെനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്നറിയോ? അച്ഛനും അമ്മയും തന്നതാ. അതിന് ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല ഗീത. ആ തിരക്കിൽ പൈസ എടുക്കുമ്പോ കൈതട്ടിപ്പോയതല്ലേ. എന്താ സൂര്യ, നീ സോറി പറഞ്ഞത് കൊണ്ട് പൊട്ടിപ്പോയത് പഴയതുപോലെ ആവോ? ഇതെനിക്ക് എത്ര വാല്യുബിൾ ആണെന്നറിയോ നിനക്ക്? അതൊക്കെ നിനക്ക് എങ്ങനെ മനസ്സിലാവാനാ? അച്ഛനും അമ്മയും വിട്ടിട്ട് വന്നാലും ഇതടുത്തുണ്ടാവുമ്പോ അവര് കൂടെ ഉള്ളത് പോലെയാ. നിന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് എനിക്ക് അതിനുള്ള അവകാശം പോലും ഇല്ലാതായി. സോറി ഗീത.
ഗീത തനതൊന്ന് വിട്ടുകളയോടോ. പ്ലീസ് കുറച്ച് സമയം ഞാനൊന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ. എത്ര നേരാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക? കാലത്ത് പോലും മിണ്ടാതിരിക്കല ഇങ്ങനെ. ശരി, ദേഷ്യമാണെങ്കിൽ സംസാരിച്ചൂടെ? ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്തിനാ? അറിയാതെ പറ്റിപ്പോയതെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, വീണ്ടും അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നതിന്. നിനക്കറിയാത്തോണ്ടാ അതെനിക്ക് എത്ര ഇഷ്ടമാണെന്ന്. എന്റെ ഫീലിങ്സ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താടി മനസ്സിലാവാത്തെ? ഇതിൽ മനസ്സിലാക്കാൻ മാത്രം എന്താ ഉള്ളത്? ഒരു അവസരം കിട്ടിയപ്പോ തലേക്കറി നിരം കാണല്ലോ. അറിയാതെ ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി, അതിന് ഞാൻ സോറി പറയുകയും ചെയ്തു. അതിലൊന്നും സമാധാനിച്ചൂടെ? പക്ഷെ നിന്റെ കാര്യം എന്താ? വെറുതെ വഴക്കുണ്ടാക്കുക. അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെയൊക്കെ തന്റെ നല്ല പറഞ്ഞാൽ മതിയല്ലോ. കൊഞ്ചിച്ചല്ലേ വളർത്തിയത്, ചെറുപ്പം മുതലേ കൊഞ്ചിച്ചങ്ങ് വഷളാക്കി കളഞ്ഞു. അത് തന്നെയല്ലേ പിന്നെയും കാണിക്കൂ. ഇത്രയും വലുതായിട്ട് നിസ്സാര കാര്യത്തിന് കണകുണാന്നും പറഞ്ഞ് വെറുതെ സീനുണ്ടായിക്കൊണ്ടിരിക്കുക. ഒന്ന് പറഞ്ഞു കൊടുക്കുക ചേച്ചി. ഞങ്ങൾ പ്രേമം തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് ഇവള് ഗിഫ്റ്റ് ആയിട്ട് ഒരു റിംഗ് എനിക്ക് തന്നു. ഇന്നലെ എനിക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു. അവിടെ വെച്ച് എന്റെ പേഴ്സ് കളഞ്ഞു പോയി. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിംഗ് വെച്ചിട്ട് പാർട്ടി എൻജോയ് ചെയ്തു. അതങ്ങ് വിട്ടുകളഞ്ഞാ പോരെ? ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ രാവിലെ മുതൽ വെറുതെ മെക്കിട്ടേറി വരുന്നു പറയുക. ഗിഫ്റ്റ് ആണെങ്കിൽ അതിനെ അതിന്റെ സ്ഥാനത്ത് കണ്ടാ പോരെ? അല്ലാതെ ജീവനാണ്, എന്റെ ജീവൻ ഞാൻ നിനക്ക് തരുക, ഇതെന്റെ മനസ്സ് തന്നെയാണ്. ഇങ്ങനത്തെ സീരിയൽ ഡയലോഗ് അടിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ട് ചേച്ചി? ഇവിടെയൊക്കെ തല്ലി വളർത്താത്തതിന്റെ പ്രശ്നം. എന്തിനാട്ടെ ചേച്ചി എന്നെ അടിച്ചേ? സോറി ഏട്ടാ. ആരും കണ്ടില്ല, ഭാഗ്യമല്ലേ. നടക്കുന്നല്ലേ, വീണ്ടും കിട്ടും. ഒന്നും പറ്റിയില്ല. അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന് കുറവുണ്ടായിരുന്നവന്. ആഹാ, എന്റെ മൂഡ് ശരിയല്ല മോനെ. എന്തു പറ്റി സാറേ? ഇന്നലെ ജയിക്കുമെന്ന് വിചാരിച്ച മാച്ച് തോറ്റുപോയി. സാരമില്ല സാറേ, അടുത്ത തവണ ജയിക്കുന്നേ. ജയിക്കാനായിട്ട് വേറെ മാച്ചൊന്നുമില്ല, അത് ഫൈനലായിരുന്നു. അവര് തോറ്റതിന്റെ പേരിലും എന്റെ മനസ്സ് വിഷമിച്ചതിന്റെ പേരിലും നിങ്ങളുടെ ഏതൊരു 50 രൂപ കൂട്ടുന്നു. കാശ് എന്നൊക്കെ താങ്ക് യു. ഹലോ, ഞാൻ ഗിരി, ടൂലറ്റ് ഗിരി. എന്താ പറഞ്ഞ പാരഡൈസ് ഹോട്ടലിൽ റൂം വേണമെന്നോ? കയ്യിൽ കാശുണ്ടെങ്കിലേ പ്രസിഡന്റിന്റെ വീട്ടിൽ വേണമെങ്കിൽ റൂം എടുത്ത് തരും ഞാൻ. Ay papi, ay papi. വാച്ച്മാൻ, വെള്ളം വരുന്നില്ല. വരത്തില്ല. എങ്ങനെ വരാനാ? പെണ്ണുങ്ങള് ബാത്റൂമിൽ കയറിയാ പിന്നെ ജന്മത്ത് വരത്തില്ല. ഹലോ, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചത് എന്താ, നിങ്ങൾ പറയുന്നത് എന്താ? എടാ, വെള്ളം വരുന്നില്ല ഏടാ. അയ്യോ മോനെ, മോൻ പേടിക്കണ്ട. ബാത്റൂമിൽ കാലെടുത്ത് വെക്കുമ്പോഴത്തേക്കും വെള്ളം വന്നിരിക്കും. പോ. ഓക്കെ ഏടാ. ഞാനും ഇതന്നെയല്ലേ അയാളോട് ചോദിച്ചത്. അപ്പൊ ഇയാൾ എന്തൊക്കെയാ പറഞ്ഞത്? എന്താ പ്രശ്നം? അതെ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്തിന്? എന്തിനാന്ന് വെച്ചാ എന്തെങ്കിലും ജോലി അന്വേഷിക്കണ്ടേ? ഞാനും കൂടെ വരാം. എന്ത് കാര്യത്തിന്? ജോലി കണ്ടുപിടിക്കാൻ തന്നെ. ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ രണ്ടുപേരും പുറത്തു പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ നീ മാത്രം പുറത്തേക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലേ? പറയുന്നത് മനസ്സിലാക്ക്. നീ എന്താ മനസ്സിലാക്കാത്തെ? നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ വന്നത്. അതുകൊണ്ട് നീ എങ്ങോട്ട് പോയാലും ഞാൻ നിന്റെ കൂടെ തന്നെ വരും. ഈ റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പറയുന്നത് ഇങ്ങോട്ടൊന്നും പറയണ്ട. പോവാണെങ്കിൽ ഒരുമിച്ച് പോവാം, ഇല്ലെങ്കിൽ രണ്ടുപേർക്കും കൂടെ ഇവിടെ തന്നെ ഇരിക്കാം. എന്താ വേണ്ടത് നീ തീരുമാനിക്കും.